ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ആണ്. ഈ വീഡിയോ ഒരിക്കലും ഒരു ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ അല്ല, എന്റെ പേഴ്സണൽ അനാലിസിസ് മാത്രമാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സോ ഫൈനലി നിഫ്റ്റി 25,000 എന്ന് പറയുന്ന ലെവലിന്റെ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്നലെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ലെവൽസുകൾ ഉണ്ടായിരുന്നു. ആ ലെവൽസ് എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് നോക്കാം. അപ്പൊ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത മേജർ ലെവൽ ഇത് തന്നെയായിരുന്നു, 25,000 എന്ന് പറയുന്ന ലെവൽസ് തന്നെയായിരുന്നു. അപ്പൊ ഇവിടെ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ലെവലിന്റെ താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഇമ്പോർട്ടന്റ് ലെവലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത സോൺ ഇതായിരുന്നു. അപ്പൊ രാവിലെ തന്നെ മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ തരികയും പിന്നീട് ഈ ലെവലിൽ റിജക്ഷൻ കാണിക്കുകയും പിന്നീട് നല്ല രീതിയിലൊരു ഫാള് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു പോയിന്റിലൊക്കെ എൻട്രി പ്ലാൻ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലൊരു റാലി ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിഫ്റ്റി ഇപ്പം ഒരു 100 പോയിന്റ് അപ്പ് സൈഡ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100 പോയിന്റ് ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ ദിവസം ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു പോകുന്ന പോലെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. മേ ബി 25,000 എന്ന് പറയുന്ന ലെവല് ബ്രേക്ക് ഡൗൺ ചെയ്തതിന്റെ കാരണമായിരിക്കാം. ഓക്കെ, എന്തായാലും നമ്മുടെ ഓട്ടോ സെക്ടർ ആണെന്നുണ്ടെങ്കിലും ഐ ടി സെക്ടർ ആണെന്നുണ്ടെങ്കിലും വളരെയധികം വീക്ക് ആയിട്ടാണ് കാണുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സെൽ ഓഫ് ആണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷെ ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാങ്ക് നിഫ്റ്റിയിൽ ഫൈനലി മാർക്കറ്റ് ക്ലോസ് ചെയ്യാനാകുമ്പോഴത്തേക്കും ആണ് ഒരു നെഗറ്റീവ് സെന്റിമെന്റിലേക്ക് പോയിട്ടുണ്ടാകുന്നത്. അതുവരെ ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബാങ്ക് നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ട് ലെവൽ ഇതായിരുന്നു. അപ്പൊ ആ ലെവലിന്റെ മുകളിൽ തന്നെ മാർക്കറ്റ് ഒരുപാട് തവണ സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ഒരു മൂവ്മെന്റം ഒക്കെ നമുക്ക് തന്നു. പക്ഷേ ഈ ലെവലിന്റെ മുകളിൽ, അതായത് ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഹൈക്ക് മുകളിൽ മാർക്കറ്റ് വീണ്ടും സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പിന്നീട് ഒരു സെൽ ഓഫ് ആണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തു. സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ലെവൽ ഇതായിരുന്നു. ആ ലെവൽ വരെ മാർക്കറ്റ് എത്തിയിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നാളത്തെ ലെവൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഓപ്ഷൻ ഡാറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ദിവസം നോക്കുമ്പോൾ 25,000 എന്ന് പറയുന്ന ലെവൽ വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സപ്പോർട്ട് ഇപ്പം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. കാര്യം 25,000 താഴെയാണ്. കുറച്ച് പേടിയോട് കൂടിയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് പറയാം. അപ്പൊ 24,900ലേക്കും 24,800ലേക്കും ചെറിയ രീതിയിൽ ഓപ്ഷൻ റൈറ്റേഴ്സ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 25,000 എന്ന് പറയുന്ന ലെവൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുമെന്നാണ് ഇപ്പം OI ഡാറ്റ പറയുന്നത്. അതുപോലെ തന്നെ 25,100ഉം വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇന്ന് പെർഫോം ചെയ്ത സ്റ്റോക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെല്ലാണ് ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നത്. ബെൽ ആൻഡ് ഹീറോ മോട്ടോകോപ്പും ആണ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് വേസ്റ്റ് പെർഫോമൻസ് നടത്തിയിരിക്കുന്നത് ഏഷ്യൻ പെയിന്റ്, പവർ ഗ്രിഡ്, ടാറ്റ മോട്ടോഴ്സ്, ട്രെൻഡ് എന്നീ സ്റ്റോക്കുകളാണ്. ഓക്കെ, പിന്നെ ഹെവി വെയിറ്റഡ് സ്റ്റോക്സ് എല്ലാം ഒരു ബ്രേക്ക് ഇവൻ സ്റ്റേജിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം HDFC ബാങ്ക് ആണെന്നുണ്ടെങ്കിലും ഇൻഫോസിസ് ആണെന്നുണ്ടെങ്കിലും റിലയൻസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ ഒരു ബ്രേക്ക് ഇവൻ സ്റ്റേജിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി FISന്റെ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇന്നലെ അവർ സെല് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒബിയസ്ലി ഇന്നും മേ ബി സെല് ചെയ്യാനുള്ള ചാൻസസ് ആണുള്ളത്. ആൻഡ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ന് ബൈ സൈഡ് തന്നെയാണ്, അവർ കണ്ടിന്യൂസ്ലി ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി നമ്മൾ ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മേജർ സപ്പോർട്ട് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു റേഞ്ചും ഒരു സപ്പോർട്ട് ലെവലാണ്. ആൻഡ് താഴെ കാണുന്ന ഈ ഒരു റേഞ്ചും സപ്പോർട്ട് ലെവലാണ്. ഈ റേഞ്ചിൽ ഏതെങ്കിലും റേഞ്ചിൽ നിന്ന് റിയാക്ഷൻ ഉണ്ടാവാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ഈ ലെവൽ ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു സപ്പോർട്ട് ലെവലായിട്ട് പറയാൻ പറ്റുന്ന റേഞ്ച് ഇതാണ്. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണത് ബിഹേവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. എന്തായാലും ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഏകദേശം ഒരു സപ്പോർട്ട് ലെവലാണ് നിഫ്റ്റി നിൽക്കുന്നത് എന്ന കാര്യത്തിൽ. ഇനി നമുക്ക് നാളത്തേക്ക് നോക്കാൻ പറ്റിയ ലെവൽസ്, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലേക്ക് നമുക്ക് നോക്കാൻ പറ്റുന്ന ലെവൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു പോയിന്റ് ആണ്. ആൻഡ് ഒരു സപ്പോർട്ട് ലെവൽ ഇന്ന് എന്തായാലും ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഒരു സപ്പോർട്ട് ലെവലായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു പോയിന്റ് ആണ്. ഈ സപ്പോർട്ടിൽ നിന്ന് റിവേഴ്സ് ആവാനുള്ള ചാൻസസ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഇത് ഇനി ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു മേജർ സപ്പോർട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു ലെവലാണ്. ആൻഡ് റെസിസ്റ്റൻസ് പോയിന്റുകൾ ദെൻ ഈ ലെവല് നാളെ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള റാലി നമുക്ക് തരുവാണെന്നുണ്ടെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് നമുക്ക് ഇതും നോക്കാവുന്നതാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഈ ഒരു പോയിന്റ് ആണ്. സപ്പോർട്ട് ലെവലായിട്ട് ഈ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യുവാണ്, അല്ലെങ്കിൽ നാളെ ഒരു ഹ്യൂജ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് എങ്ങാനും വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റുന്ന അടുത്തൊരു ലെവൽ ഇതാണ്. ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം വരുന്നൊരു മേജർ സപ്പോർട്ടാണ് ഇതെന്ന് പറയുന്നത്. അത് നമുക്ക് നോക്കാവുന്നതാണ്. ആൻഡ് മാർക്കറ്റ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ നോക്കാം. ആൻഡ് ആ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലും കൂടെ നമുക്ക് 1-2 ദിവസത്തേക്ക് ഈ ലെവൽ കൂടെ നമുക്ക് നോക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ
കൂടുതൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ അനാലിസിസ് ചെയ്തതിനു ശേഷം ഈ ലെവൽസുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക, മൾട്ടിപ്പിൾ കൺഫർമേഷൻസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.